ഹായ്, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഏറ്റവും മികച്ച സ്കൂളിൽ, അതും CBSE സിലബസിൽ തികച്ചും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം. അതെ, ജവഹർ നവോദയ വിദ്യാലയങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, 6ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു സമയമാണ്. എല്ലാവരും അപ്ലൈ ചെയ്തോ? കുറെ പേരൊക്കെ അപ്ലൈ ചെയ്തു എന്ന് എനിക്ക് മെസ്സേജ് ഒക്കെ വന്നു. കുറെ പേരൊക്കെ വിളിച്ചു CC+ലേക്ക്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാനുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്? ജൂലൈ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ്, എവിടെയാണ് എൻ്റെ നവോദയ സ്കൂള് എന്നുള്ളത്. ഞാൻ പഠിക്കാൻ പോകുന്ന നവോദയ സ്കൂൾ എൻ്റെ ജില്ലയിൽ എവിടെയാണ്, എൻ്റെ നാട്ടിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, കേരളത്തിൽ എല്ലാ ജില്ലകളിലും നവോദയ സ്കൂൾ ഉണ്ടോ, ഇനി എല്ലാ ജില്ലയിലും എത്ര നവോദയ സ്കൂളുകൾ വീതമാണുള്ളത്, നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് വരാം. അപ്പോൾ കേരളത്തിലെ നവോദയ സ്കൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട്, വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് CC+ന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നവോദയയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ, എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഇതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തോളൂ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. വെൽക്കം ടു CC+. അപ്പോൾ കഴിഞ്ഞ വർഷം നവോദയയിൽ നമ്മുടെ CC+ൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. വലിയൊരു വിജയമാണ് നമുക്ക് കഴിഞ്ഞ വർഷം CC+ൽ നവോദയ എൻട്രൻസ് എക്സാമിൽ നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് നൽകുന്ന ഒരു സ്ഥലമാണ് CC+ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് നോക്കാം. ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് നവോദയ സ്കൂൾ ഉള്ളത്? ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല, അതായത് മാവേലിക്കരയ്ക്കടുത്ത് ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ നവോദയ സ്കൂള് ഉള്ളത്. നിങ്ങൾക്ക് കാണാം, ഇത് ഒരു മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ വളരെ ഒരു നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ, അതായത് മാവേലിക്കരയ്ക്ക് അടുത്ത് ചെന്നിത്തലയിലാണ് ആലപ്പുഴ ജില്ലയിലെ നവോദയ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കൂ, കൊല്ലം ജില്ലയിൽ എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് നമ്മുടെ നവോദയ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഗ്രീനറി ആയിട്ട് വളരെ വലിയൊരു ക്യാമ്പസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അവിടെ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഒരു സ്കൂളാണ് നമ്മളുടെ കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നവോദയ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ എവിടെയാണ്? നമ്മുടെ കൊട്ടാരക്കരയിലാണ് നവോദയ സ്കൂള് ഉള്ളത്. ഇനി അടുത്ത ജില്ലയിലേക്ക് വരാം. അടുത്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയില് വെച്ചൂച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നവോദയ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ടയിലെ വെച്ചൂച്ചിറ, അവിടെയാണ് നമ്മളുടെ പമ്പ റിവറിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് പത്തനംതിട്ടയിലെ നവോദയ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കൂ, കോട്ടയത്ത് എവിടെയാണ്? മാടവനപ്പടി പുതുപ്പള്ളി റോഡിന് ചേർന്ന് വടവത്തൂരുള്ള മാടവനപ്പടി പുതുപ്പള്ളി റോഡിനോട് ചേർന്നാണ് കോട്ടയത്ത് ജവഹർ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കോട്ടയത്ത് എവിടെയാണ്? വടവത്തൂരാണ് നമ്മളുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിലേക്ക് വന്നാൽ എവിടെയാണ്? കുളമാവ്. നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുളമാവ് എന്ന് പറയുന്ന സ്ഥലം, അല്ലേ? അപ്പോൾ ഇടുക്കി ജില്ലയിലെ കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. നോക്കുക, വളരെ ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, വലിയൊരു സ്കൂളാണ്. ഒത്തിരി സ്ഥല സൗകര്യങ്ങളൊക്കെയുള്ള, എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ കുളമാവിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നവോദയ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ, എറണാകുളത്ത് എവിടെയാണ് നവോദയ? അപ്പൊ എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ JNV സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ
എല്ലാവർക്കും ആ ഒരു നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നേര്യമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന നവോദയ സ്കൂളിലാണ്. ഇനി അടുത്ത ജില്ലയിലേക്ക് വന്നാലോ, തൃശ്ശൂർ എവിടെയാണ്? മായന്നൂർ, നിയർ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തിനടുത്ത് മായന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ നവോദയ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഇനി പാലക്കാടേക്ക് വന്നാലോ, പാലക്കാട് മലമ്പുഴ ഡാം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലമ്പുഴയിലാണ് നമ്മളുടെ പാലക്കാട് ജില്ലയിലെ നവോദയ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കുറെ ജില്ലകളൊക്കെ നോക്കി. അപ്പൊ ഇനി നിങ്ങൾ കുറെ പേരൊക്കെ ഇപ്പോൾ എക്സാമില് അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ജില്ലകളിൽ ഏതെങ്കിലും ഒക്കെ ജില്ലകളിൽ താമസിക്കുന്ന ആളുകളാണോ? നമുക്ക് ഇതിനകത്ത് അറിയാം, നമ്മുടെ സ്വന്തം ജില്ലയിലാണ് നമുക്ക് നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ നിങ്ങൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയില് നമ്മളുടെ ഓകം നിയർ മലപ്പുറം ടൗൺ, നമ്മുടെ മലപ്പുറം ടൗണിന് അടുത്ത് തന്നെയുള്ള മുറി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കിയേ, കോഴിക്കോട് എവിടെയാണ്? പാലയാട്, അതായത് വടകരയ്ക്ക് അടുത്തുള്ള പാലയാടാണ് നമ്മളുടെ കോഴിക്കോട് ജില്ലയിലെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി വയനാടേക്ക് വരാം. വയനാട് പൂക്കോട് നിയർ വൈത്തിരി അല്ലെ, പൂക്കോട് തടാകമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ വൈത്തിരിക്ക് അടുത്ത് ആണ് നമ്മളുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതോ, കണ്ണൂർ ജില്ലയിലേക്ക് വന്നാല് നിയർ പാനൂർ, ചെണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാനൂർ അടുത്തുള്ള ചെണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമ്മളുടെ തലസ്ഥാനത്ത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. ഇനി നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് വിതുര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിലും എന്തുണ്ട്? നവോദയ വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ ഉണ്ട്. ഓരോ ജില്ലകളിലേക്കും നമ്മൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിലുള്ള നവോദയ വിദ്യാലയങ്ങളിലേക്കായിരിക്കും നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇപ്പോൾ ക്ലാസ് 6ലേക്കുള്ള നവോദയ വിദ്യാലയത്തിലെ എൻട്രൻസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഈ മാസം 31-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ നിങ്ങൾ അതും കാണണം. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നവോദയ 6ലേക്ക്, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും നവോദയ 6ന്റെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. എന്താണ് ഈ പരീക്ഷ എഴുതുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് കിട്ടുന്നത്? നോക്കൂ, ഇതിന്റെ സിലബസ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സിലബസിൽ ഒരു കുട്ടിക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ്റെ ലൈഫിൽ ഇനി ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് പല തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. റീസണിങ്, മാത്സ്, അതുപോലെ തന്നെ GK ഒക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ മികച്ചൊരു അവസരമായിട്ട് തന്നെ കാണണം. അപ്പോൾ എല്ലാവരും ഈ ഒരു പരീക്ഷയ്ക്ക്, ഇപ്പോൾ ക്ലാസ് 5ൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ CC+ൽ നവോദയ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. നമുക്ക് മികച്ച അധ്യാപകരുടെ ഒരു ടീം തന്നെ നമ്മുടെ CC+ൽ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കണം. വിളിക്കാനുള്ള നമ്പർ ഇതാണ് 9496949929. ഈ നമ്പറിലേക്ക് വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എൻട്രൻസ് കോച്ചിങ് എങ്ങനെയാണെന്നും അതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരാനായിട്ട് കഴിയും. താങ്ക്